വയനാട്ടിൽ പ്രായപൂർത്തിയാവാത്ത ആദിവാസി പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ കോൺഗ്രസ് നേതാവിനെതിരെ പോക്സോ കേസ്. DCC അംഗവും ബത്തേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ OM ജോർജിനെതിരെയാണ് പരാതി. കേസ് ഒതുക്കാൻ പ്രതിയും കോൺഗ്രസ് നേതാക്കളും ഇടപെട്ടതായും ബന്ധുക്കൾ ആരോപിച്ചു. OM ജോർജിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുവെന്ന് പാർട്ടി പ്രസിഡന്റ് അറിയിച്ചു. 1.5 വർഷത്തോളം പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് കോൺഗ്രസ് നേതാവായ OM ജോർജിനെതിരെ പരാതി. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ജോർജിന്റെ വീട്ടിലെ ജോലിക്കാരാണ്. അവധി ദിവസങ്ങളിൽ ഇവർക്കൊപ്പം പെൺകുട്ടിയും ജോലിക്ക് പോവാറുണ്ടായിരുന്നു. മാതാപിതാക്കൾ ഇല്ലാത്ത സമയത്താണ് പ്രതി പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയത്. കഴിഞ്ഞയാഴ്ച പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. തുടർന്നാണ് ബന്ധുക്കൾ വിവരമറിയുന്നത്. സംഭവമറിഞ്ഞ ചൈൽഡ് ലൈൻ പ്രവർത്തകർ പോലീസിന് വിവരം കൈമാറി. അതേസമയം കേസ് ഒതുക്കി തീർക്കാൻ കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടതായി പെൺകുട്ടിയുടെ ബന്ധുക്കൾ പറഞ്ഞു. കൊല്ലൂന്നൊക്കെ പറഞ്ഞു. പുറത്ത് പറയരുത്, ചേച്ചിനോട് വരെ പറയരുത്, നിന്റെ വീട്ടുകാരോട് പറയരുത് എന്നൊക്കെ പറഞ്ഞ് മോളെ ഭീഷണിപ്പെടുത്തി. മോളെ പഠിത്തം വരെ മുടക്കി. പിന്നെ ഉമ്മർ എന്ന് പറഞ്ഞ ആൾ ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് സാവകാശം ഒത്തുതീർപ്പാക്ക്, നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ എന്നാ വെച്ചാൽ തരാം എന്നാണ് പറഞ്ഞത്. അയാൾ കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ്. എന്ത് നേതാവാണെന്ന് എനിക്കറിയില്ല. പോക്സോ നിയമം, ആദിവാസി വിഭാഗങ്ങൾക്കെതിരായ അതിക്രമം തടയൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. SMS DYSP കുബേരൻ നമ്പൂതിരിയാണ് കേസ് അന്വേഷിക്കുന്നത്. KM ജോർജിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചു. ഒരു നിലപാടുമില്ല. അദ്ദേഹത്തെ അന്വേഷണ വിധേയമായി പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അന്വേഷണം നടത്തും. മാത്രമല്ല, അദ്ദേഹം കുറ്റക്കാരനെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പാർട്ടിയിൽ നിന്നത്തേക്കുമായിട്ട് അദ്ദേഹത്തെ പുറത്താക്കും. അതേസമയം പ്രതി ഒളിവിലാണെന്നും ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് വ്യക്തമാക്കി. മീഡിയ 1 വയനാട്.